ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് പറയാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ടോജനെ കുറിച്ചിട്ടാണ്. ഇതാണ് ഐറ്റം. ഓക്കെ, ലാക്ടോജനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ലാക്ടോജൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത അമ്മമാർക്ക് ഡോക്ടർമാർ പറയുന്നതാണ്, ഈ സംഭവം റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ചിലർ കുട്ടി വണ്ണം വയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇവർ എഴുതി വാങ്ങി കൊടുക്കുന്നുണ്ട്. ഞാനിതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കാരണം, ഞാനിത് കൊടുക്കുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നത്. എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല. ഞാൻ 6th മന്തിലാണ് ഞാൻ ഡെലിവറി, 6th മന്ത് കഴിഞ്ഞ് 7th മന്തിലേക്ക് കടക്കുമ്പോഴാണ് എൻ്റെ ഡെലിവറി ആയിരുന്നത്. അപ്പോൾ എനിക്ക് ട്വിൻസാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഈ സ്റ്റേജാണ് കൊടുക്കുന്നത് 2. ഓക്കെ, അപ്പോൾ ലാക്ടോജൻ 2 ആണ് കൊടുക്കുന്നത്. ലാക്ടോജൻ 2നെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഇത് എങ്ങനെയാണ് സംഭവം, എന്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുത്താൽ എന്തൊക്കെ വരും, എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഇതിൻ്റെ, അതേപോലെ ഇത് എങ്ങനെ കൊടുക്കണ്ടേ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ടാവും, അത് ഞെക്കാം. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ലാക്ടോജനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ലാക്ടോജൻ വാങ്ങുമ്പോൾ നമ്മൾ മസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ്. ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ ഡേറ്റ് നമ്മൾ നോക്കണം ഇവിടെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ കൊടുക്കുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ താഴെ ഇതിൽ നമ്മൾ പാലുകുപ്പിയിൽ ഫീഡിങ് ബോട്ടിൽ അളവുണ്ട്. അളവിനനുസരിച്ച് കൃത്യം വെള്ളം എടുത്തിട്ട് ഇതിൽ എഴുതിയേക്കുന്ന അളവിനനുസരിച്ച് കൊടുക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിലുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളം കൂടിപ്പോയി, നമ്മൾ പൊടി കുറച്ചിട്ട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇതിലെഴുതിക്കുന്ന ന്യൂട്രിയൻസ്, അതുപോലെ മൾട്ടി വിറ്റാമിൻസ് ഒന്നും കുട്ടിക്ക് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ ദോഷം എന്ന് വെച്ചാൽ, നമ്മൾ വെള്ളത്തിനേക്കാളും ഇതിനെഴുതിയതിനേക്കാളും കൂടുതൽ നമ്മൾ പൗഡർ ഇടുകയാണെങ്കിൽ കുട്ടിക്ക് കിഡ്നിക്ക് പ്രോബ്ലം വരും. അതേപോലെ ന്യൂമോണിയ വരും. അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും കുട്ടികൾക്ക്. പിന്നെ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. കാരണം ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുക മാത്രമല്ല ചെയ്യാം, അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും, എപ്പോഴും ആരോഗ്യമുള്ള കുട്ടികളായിരിക്കും. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും സാധനം കൊടുക്കുമ്പോൾ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ അസുഖങ്ങൾ അടുത്ത് കൂടെ പോയാൽ മതി. ഇപ്പോൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് വീട്ടിൽ പനിയോ തുമ്മല എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്ക് അത് കിട്ടും. കാരണം ഇതിന് അത്രയും ഇമ്മ്യൂണിറ്റി പവർ ഇല്ല ബ്രസ്റ്റ് മിൽക്കിനെക്കാളും. ഏറ്റവും നല്ലത് ബ്രസ്റ്റ് മിൽക്കാണ്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സംഭവം തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതിന് കൊടുക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട് എന്ന് ഇതിവിടെ ഇത് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുക. കാണുന്നത് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇത് കൊടുക്കാം. ഇതൊക്കെ വായിച്ച് നോക്കി ഇത് എങ്ങനെ, ഇതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ എന്നൊക്കെ പറയാം. ഇത് പുതിയ പാർട്ടാണ് കേട്ടോ. ഇതിൻ്റെ പഴയ പാർട്ടുണ്ട്. പഴയ പാർട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നൈസ് പൊടിയാണ്, തുറന്ന് വെക്കാൻ പാടില്ല. അതേപോലെ ചൂടുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല, അതേപോലെ വെയിലുള്ളിടത്ത് വെക്കാൻ പാടില്ല. ഇത് നമുക്ക് എന്താ പറയുക, നല്ല ഇരുട്ടായ സ്ഥലം, അത് അത്ര തണുപ്പാണെന്നില്ല, എന്നാലും അത്യാവശ്യം കൂളിംഗ് ഉള്ള പ്ലേസ്, അവിടെ പുറത്ത് നമ്മളിപ്പോൾ റൂമിൽ ഷെൽഫ് ഉണ്ടാവുമല്ലോ, ഷെൽഫിൽ വെക്കാം, അല്ലെങ്കിൽ അലമാര അങ്ങനെയുള്ളതിൽ വെക്കാം. ഇതിപ്പോൾ ഒരു പാക്കറ്റായിട്ട് വരുന്നത്, സിൽവർ കളർ പാക്കറ്റിനുള്ളിലാണ് ഈ പൊടി വരുന്നത്. അപ്പോൾ ഈ പൊടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റുള്ള ഡപ്പ് എടുത്തിട്ട് ആ ടിന്നിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് വേണം ഈ സംഭവം അടച്ചു വെക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ആ ഡപ്പയ്ക്ക് ലൂസ് നെയിൽ വന്നു കഴിഞ്ഞാൽ പൊടി കട്ട പിടിക്കും. പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ എല്ലാതും പോകുകയാണ്. പിന്നത്തെ കാര്യം നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ടൈറ്റായിട്ട് ഇറുകിയ ടിന്നിൽ വേണം എടുത്ത് വെക്കാൻ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പാലും കുപ്പി നന്നായി കഴുകി വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിൽ, ഈ ചൂടുവെള്ളം നന്നായി തിളക്കില്ല, 5 മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം തിളക്കും. അപ്പോൾ ആ വെള്ളത്തിൽ നിപ്പിളും അതിൻ്റെ മൂടി, പിന്നെ നിപ്പിളിൻ്റെ നമ്മൾ ചില സ്പൂണൊക്കെ കിട്ടും, സ്പൂൺ ഉണ്ടാവും, പിന്നെ അതിൻ്റെ കാർക്ക് മീൻസ് ബോട്ടിൽ, അതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച് വെക്കാം. തിളപ്പിച്ചിട്ട് അതിൻ്റെ അണുക്കളെല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുക്കാണ്ട് പ്ലക്കർ എന്തെങ്കിലും ഉണ്ടാവില്ലേ, പ്ലക്കർ കൊണ്ട് ആ സംഭവം എടുത്തിട്ട് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വൃത്തിയായിട്ടുള്ള പാത്രത്തിലേക്ക് ആ പാല് കുപ്പി മാറ്റി വെക്കാം. എന്നിട്ട്
നമ്മൾ നന്നായി വെള്ളം, അതേപോലെ കുട്ടികൾക്ക് ഈ പാൽപ്പൊടി കൊടുക്കുമ്പോൾ അത് നല്ല തിളപ്പിച്ചാറിയ വെള്ളമായിരിക്കണം. ലൈറ്റ് ചൂടായിക്കോട്ടെ, ഇപ്പൊ തിളപ്പിച്ചാറ്റി നമ്മളവിടെ മാറ്റി വെച്ചാലും ഉണ്ണികൾക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ചെറിയ ചൂടാക്കി കൊടുക്കുക. കാരണം നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഓട്ടോമാറ്റിക്കലി ചൂടുണ്ടാവും ഇല്ലേ, ചെറുതായിട്ടൊരു ചൂടുണ്ടാവും. അപ്പോൾ അതേ ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ചെറിയൊരു ചൂടോടെ കൊടുക്കാൻ. അത് ഏറ്റവും നല്ലതാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ എന്താന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിന് അളവിനനുസരിച്ച് കൊടുക്കുക, കൂടുതലൊന്നും കൊടുക്കരുത്. ഞാൻ ഒരിക്കലും എല്ലാ അമ്മമാരോടും പറയില്ല ഇത് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത അമ്മമാർക്കാണ് ഇത് ഏറ്റവും കൊടുക്കുന്നത് നല്ലത്. കാരണം ബ്രസ്റ്റ് മിൽക്ക് ഉള്ളവർ നമ്മുടെ പരമാവധി ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാൻ നോക്കാം. ഞാനൊരിക്കലും പറയില്ല ഇത് കൊടുക്കണമെന്ന്, ബ്രസ്റ്റ് മിൽക്ക് ഉള്ള അമ്മമാർ കൊടുക്കണമെന്ന് പറയില്ല. കാരണം ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത അമ്മമാർ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ ചിലവർക്ക് എന്താ പറയുക, ജോലി അതേപോലെ ഡേ കെയർ കൊണ്ടാക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഇതായിരിക്കും ചിലപ്പോൾ കുടിക്കാൻ, ഈ ലാക്ടോജൻ ആയിരിക്കും കുടിക്കാൻ. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവരുടെ ഇഷ്ടത്തിന് ചോദിക്കരുത്. കാരണം നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ റെക്കമെൻഡേഷൻ മാത്രം ഇത് യൂസ് ചെയ്യുക. ഇത് പല സൈസ്, ഇപ്പോൾ ഈ മിൽക്ക് പൗഡർ എന്ന സംഭവം മറ്റേ സിംലാക്ക് അങ്ങനെ കുറേ ഉണ്ട്, എനിക്കറിയില്ല. ഞാൻ ഇത് മാത്രം യൂസ് ചെയ്തേക്കണം. കാരണം ഞാൻ അവരെ പ്രസവിച്ച് കഴിഞ്ഞ് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ ആദ്യത്തെ ഒരു ദിവസത്തേക്ക് മാത്രം ബ്രസ്റ്റ് മിൽക്ക് എന്നാണ് സംഭവം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഇവർ ഒരു മാസത്തോളം NICUവിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, നേരത്തെ പ്രസവിച്ച കാരണം ബ്രസ്റ്റ് മിൽക്ക് ഇല്ല. ഇവർ മാസത്തേക്കാണ് പ്രസവിച്ചത്, അവരെ കൊണ്ട് കിടത്തി. ആദ്യത്തെ ഒരു ദിവസം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ ഇപ്പോൾ ഡോക്ടർമാർ അവിടെ NICUവിലെ നഴ്സുമാരൊക്കെ വന്ന് ഇങ്ങനെ പാലൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി മറ്റേ ഇതുണ്ടല്ലോ ബ്രസ്റ്റ് പമ്പറുണ്ട്, അതുകൊണ്ടൊക്കെ വെച്ച് നോക്കി. പക്ഷെ അത് കിട്ടിയില്ല. മെഡിസിൻ കഴിച്ചു, അത് കിട്ടിയില്ല. പിന്നെ അവിടുന്ന് തൊട്ട് തന്നെ മറ്റേ ഈ സംഭവം ഈ പൗഡർ ഉണ്ടല്ലോ, ഈ പൗഡർ കൊടുത്തു തുടങ്ങിയതാ. ഇന്ന വരെ ഈ പൗഡർ തന്നെ കൊടുക്കണത്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കുമ്പോൾ നമ്മളും ശ്രദ്ധിക്കണം. കുട്ടികൾക്കും കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മുടെ കൈ നമ്മളെന്നെ വൃത്തിയായിട്ട് ഇരിക്കാൻ നോക്കാം പരമാവധി. അതായത് കുട്ടികൾക്ക് ഒരു ചെറിയൊരു അണുക്കൾ വന്നാൽ മതിയല്ലോ, അപ്പൊ അതിൽ കൂടെ എന്തെങ്കിലും കിട്ടും. അത് കാരണമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഓക്കെ, നമ്മൾ ഇത് കൊടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ട് കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. ഞാനും നല്ല ഇത് ആരും പറയില്ല ഇത് കുട്ടികൾക്ക് കൊടുക്കണം, നിർബന്ധമായിട്ട് കൊടുക്കണം എന്ന് ഒരാളും പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എല്ലാവരും പറയും, ഇത് കൊടുത്ത ന്യൂമോണിയ വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡോക്ടർമാർ തന്നെ പറയും. ഇപ്പം ഞാൻ തന്നെ ഡോക്ടർമാർ, ഇപ്പം നമ്മൾ വേറെ ഡോക്ടർമാരെ കൊണ്ട് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് കൊണ്ട് കാണിക്കുമ്പോൾ അവരടുത്ത് പറയുമ്പോൾ അവർ പറയും കുട്ടികൾക്ക് എന്താ ഫീഡിങ് ഇല്ല എന്ന് ചോദിക്കും. ഫീഡിങ് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഫീഡിങ് ഇല്ല ഇതാ കൊടുക്കണമെന്ന് പറയും. ഇപ്പം അവർക്ക് നമ്മുടെ ഹിസ്റ്ററി അറിയില്ലല്ലോ. അപ്പോൾ അവർ നമ്മൾ വഴക്ക് പറയും. അപ്പോൾ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ എങ്ങനെയാണ് സംഭവം, അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ നല്ല വശം പൊട്ടവശമൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയോടെ നമ്മൾ സ്വീകരിക്കും. കാരണം നമുക്ക് വേറൊരു വഴിയില്ല. കാരണം ഇത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുടിക്കുന്ന കുട്ടികൾ, അതായത് ഈ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്ത അമ്മമാർ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് കൂടരുത്, അതേപോലെ പാൽപ്പൊടിയും കൂടാൻ പാടില്ല. പിന്നെ ഇത് വൃത്തിയായിരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊടുക്കണ അമ്മമാർക്ക് ഫ്രൂട്ട്സ് കൊടുക്കാൻ പറ്റില്ല, ചോറ് കൊടുക്കാൻ പറ്റില്ല, അതേപോലെ കുറുക്ക് കൊടുക്കാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ. ചിലവർക്ക് ഇങ്ങനെ മാസം കറക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് ഫീഡിങ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവർ ഇത് കൊടുക്കും. ഇത് മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കൊടുക്കാം. അതായത് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ ഇതിലേക്ക് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലാക്ടോജൻ ഇത് നല്ലതാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇത് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന സംഭവം ഇതാണ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അയക്കണം. ഞാൻ എല്ലാ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെല്ലടിക്കണം. ഓക്കെ, താങ്ക് യു, ലവ് യു.